2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ എതിരാളികളെ, അതായത് പ്രധാനമായും കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരെ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് രാജ്യം നിരന്തരം കാണുകയാണ്. കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ അടക്കമുള്ളവർ ഇത്തരത്തിൽ ജയിലിൽ കിടന്നതും രാജ്യം കണ്ടു. P ചിദംബരത്തിനെ തന്റെ വയസ്സാങ്കാലത്ത് ജയിലിലടച്ച സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കള്ളക്കേസ് ചുമത്തി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരന്തരം കോൺഗ്രസ് താക്കീത് നൽകുമ്പോൾ ഏറ്റവും അവസാനം നാഷണൽ ഹെറാൾഡ് എന്ന ഒരു കള്ളക്കേസ് പിടിച്ച് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ജയിലിലടക്കാൻ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നെറികെട്ട രാഷ്ട്രീയ നീക്കത്തിലുള്ള തിരിച്ചടിയാണിപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കോടതിയിൽ EDയുടെ വാദത്തെ പുഷ്പം പോലെ എടുത്ത് വലിച്ചിറങ്ങിയിരിക്കുകയാണ് ജഡ്ജി ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പക തീർക്കുന്ന നരേന്ദ്രമോദിയുടെ അടുത്ത നീക്കം സോണിയയെയും രാഹുലിനെയും കൊടുക്കാൻ എന്തായിരിക്കുമെന്ന് രാജ്യം കാത്തിരിക്കുകയാണ്. നമുക്ക് പരിശോധിക്കാം EDക്ക് കോടതിയിൽ പിഴച്ചത് എവിടെയാണ്, കള്ളക്കേസ് എങ്ങനെ കോടതിയിൽ നിന്നും പുറത്തേക്ക് വന്നു എന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. എന്താണ് EDക്ക് കോടതിയിൽ സംഭവിച്ചത്? EDയുടെ വാദം എന്ന് പറയുന്നത് 1938 ജവഹർലാൽ നെഹ്റു സ്ഥാപിക്കുകയും കടം കയറിയതിനെ തുടർന്ന് 2008 അച്ചടി നിർത്തുകയും ചെയ്ത നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പ്രസാധകനായിരുന്ന അസോസിയേറ്റഡ് ജേർണൽസിന്റെ 2000 കോടി രൂപ മൂല്യമുള്ള ആസ്തികൾ വെറും 50 ലക്ഷം രൂപ മുടക്കി സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കിയെന്നാണ് EDയുടെ വാദത്തിൽ ആദ്യം പറയുന്നത്. അതാണ് കേസും. സോണിയയ്ക്കും രാഹുലിനുമായി 76% ഓഹരിയുള്ള യങ് ഇന്ത്യൻ എന്ന പുതിയ കമ്പനി ഉണ്ടാക്കിയാണ് അസോസിയേറ്റ് ജേർണൽസിന്റെ 2010 ഏറ്റെടുത്തത്. കമ്പനിയുടെ 1089 ഓഹരി ഉടമകളിൽ മറ്റാരെയും അറിയിക്കാതെ 7 പേർ മാത്രം ചേർന്നാണ് യങ് ഇന്ത്യന് വിൽക്കാൻ തീരുമാനിച്ചത്. അസോസിയേറ്റ് ജേർണൽസിന് കോൺഗ്രസ് 90 കോടി രൂപ വായ്പ നൽകിയിരുന്നു. തുടർന്ന് നഷ്ടത്തിലായ കമ്പനിയെ യങ് ഇന്ത്യൻ ഗൂഢാലോചന നടത്തി ഏറ്റെടുത്തു. കള്ളപ്പണം വെളുപ്പിക്കാനാണ് യങ് ഇന്ത്യൻ എന്ന കമ്പനി ഉണ്ടാക്കിയതെന്നാണ് ED വാദിച്ചത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടി കള്ളപ്പണം വെളുപ്പിക്കുക, ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നായിരുന്നു EDയുടെ വാദം. രാഹുലിന്റെയും സോണിയയുടെയും മറുവാദം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? അസോസിയേറ്റഡ് ജേർണൽസിന്റെ കടം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തത് എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കലാകുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം. കടം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതപ്പോ എങ്ങനെ? അത് കോൺഗ്രസ് ആണ് ഏറ്റെടുത്തത്. ഇവിടെ പറയുന്നത് വ്യക്തികൾ രാഹുലും സോണിയയും എന്നാണ് ED പറയുന്നത്. പക്ഷേ എതിർവാദത്തിൽ പറയുന്നത് കോൺഗ്രസ് ആണ് അത് ഏറ്റെടുത്തതെന്നാണ്. ടാറ്റയോ ബിർളയോ ആണ് കമ്പനിയുടെ കടം ഏറ്റെടുത്തതെങ്കിൽ അവരെ കുറ്റക്കാരാക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അസോസിയേറ്റ് ജേർണൽസിന്റെ ഒരു സ്വത്ത് പോലും യങ് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവിനും വസ്തുവോ പണമോ ലഭിച്ചിട്ടില്ല. അസോസിയേറ്റ് ജേർണൽസിന്റെ കടരഹിതമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഏറ്റെടുത്തത്. ലാഭമുണ്ടാക്കാനുള്ള ഒരു കമ്പനി ആയിരുന്നില്ല യങ് ഇന്ത്യൻ. രാഷ്ട്രീയ ലാഭമാണ് നോക്കിയത്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാനാണെന്ന് ED പറയുമ്പോൾ അവിടെ സോണിയാഗാന്ധി അല്ലെങ്കിൽ സോണിയയും രാഹുൽ അല്ലെങ്കിൽ എതിർവാദം പറയുന്നത് പണമായോ വസ്തുവായോ കോൺഗ്രസുകാരുടെ ആരുടെ പേരിലും വന്നിട്ടില്ല. രാഹുലിന്റെയും സോണിയുടെയും പേരിലല്ല ഇതൊന്നും. കോൺഗ്രസ് ആണ് ഏറ്റെടുത്തത്. ഒരു തരത്തിലുള്ള ലാഭമോ ഒന്നും ഉണ്ടായിട്ടില്ല. കടം ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് ചോദിക്കുന്നത്. അതിനാണ് ഇപ്പൊ EDക്ക് പിഴവ് പറ്റിയത് അവിടെയാണ്. എന്തായാലും രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ എതിരാളികളെ എല്ലാം ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും സംഘപരിവാറിനുമുള്ള തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ നിരവധിയായ നേതാക്കന്മാരെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് P ചിദംബരം, DK ശിവകുമാർ അടക്കമുള്ളവരെ ഇത്തരത്തിൽ കള്ളക്കേസ് ചുമത്തി ജയിലിലടച്ചിരുന്നു. ചില ആളുകളെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ഇതിലൂടെ BJPക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ആളുകൾ BJPയുടെ ഭീഷണിക്ക് വഴങ്ങി പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിൽ പോയിട്ടുണ്ടെങ്കിൽ നട്ടല് നിവർത്തി ജയിലിൽ പോകാനും BJPയുടെ ഈ ഗൂഢാലോചനയ്ക്കെതിരെ പടപൊരുതാനും തയ്യാറായ വ്യക്തിയാണ് DK ശിവകുമാറും ചിദംബരം അടക്കമുള്ള ആളുകൾ. അല്ല ചേട്ടാ, ഇപ്പോ BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന എല്ലാവരെയും EDയെ കൊണ്ട് തകർക്കുന്ന ഒരു രീതിയല്ലേ BJP കുറെ കാലമായി സ്വീകരിക്കുന്നത്? തീർച്ചയായും. അതായത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, നെഹ്റു കുടുംബത്തിന്റെ അടിവേരറുക്കുക എന്ന ഒരു സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വയസ്സാങ്കാലത്ത് 79 വയസ്സുണ്ട് അവർക്ക്. സോണിയാഗാന്ധിയെയും മകൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാൻ ശ്രമിക്കുന്നത്. മണിക്കൂറുകളോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയയെയും മകനെയും ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്ത ചെയ്തിട്ടും ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സോണിയാഗാന്ധിയെയും മകൻ രാഹുൽ ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത്. BJPയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് സോണിയാഗാന്ധിയെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ ജയിലിലടയ്ക്കുക എന്നത്. അതിനുവേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോഴും വിശ്വാസമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ ഈ അനീതിക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് ഒരു താങ്ങായും തണലായും നിയമ സഹായമായി അവർ ഉണ്ടാകും എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നിന്നും ഉണ്ടായ തിരിച്ചടി. ഈ കേസിനകത്ത് സോണിയാഗാന്ധിയോ മകൻ രാഹുൽ ഗാന്ധിയോ ഏത് തരത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പോലും കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിയിക്കാൻ കഴിയിട്ടില്ല. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് ആരോപണം. തീർച്ചയായും അതായത് കോൺഗ്രസ് നേതാക്കന്മാരെ ഈ കേസിനകത്ത് ജയിലിൽ കിടക്കുക, അതിനെ ജയിലിൽ കിടത്താൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കും. ഈ CBI കുറിച്ച് നേരത്തെ ഒരു പരാമർശമുണ്ടായിരുന്നു. CBI കൂട്ടിലടച്ച തത്തയാണ്. CBI മാത്രമല്ല, ദേശീയ അന്വേഷണ ഏജൻസികൾ മുഴുവൻ BJPയുടെ റബ്ബർ സ്റ്റാമ്പായി മാറിയെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നിരന്തരം ആരോപിക്കുന്നു. ആ ആരോപണത്തിന് ശക്തി പകരുന്ന കാര്യമാണ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും തകരുന്നില്ല കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം അസുഖബാധിതയായ സോണിയാഗാന്ധിയും മണിക്കൂറുകളോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യം ചെയ്യലിന് വിധേയരായപ്പോഴും ഒരു ഇഞ്ച് പോലും പതറാതെ, ഒരു ഇഞ്ച് പോലും തളരാതെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെളിവിന്റെ ഒരു കണിക അവർക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ജയിലിലടക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുമായിരുന്നു. എന്നാൽ തെളിവില്ല എന്ന് മാത്രമല്ല, ഇത് കള്ളക്കേസാണെന്ന് BJPക്കാർക്ക് അത് കൃത്യമായി അറിയാം. അല്ല, എത്രയൊക്കെ ശ്രമിച്ചാലും സത്യമായിരിക്കുമല്ലോ ഒടുവിൽ ജയിക്കുക. തീർച്ചയായും നീതി പുലരും, നീതി ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മണിക്കൂറുകളുടെ ചോദ്യം ചെയ്യലോ മാധ്യമ വിചാരണകളോ കോൺഗ്രസ് പാർട്ടിയെ തെല്ലും തകർക്കില്ല, അല്ലെങ്കിൽ തളർത്തില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഒരു വാഴനാര് പോലും ആയുധമായി എടുക്കാതെ വരിഞ്ഞുകെട്ടി ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും വേട്ടയാടാമെന്ന് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. DK ശിവകുമാറിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ DKയുടെ തേരോട്ടം നമ്മൾ കണ്ടതാണ്. പിന്നീട് ആ കേസിൽ അദ്ദേഹത്തെ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കി. BJPക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ BJPക്ക് ഒന്നും പറയാനില്ല. അല്ല, അപ്പൊ മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മകനും ഒക്കെ ആയിട്ട് EDയുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ വരുമ്പോ ED ഇത്തരം, അല്ലെങ്കിൽ ED കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്താണ് വലിയ രീതി നമുക്കറിയാം. ഇപ്പൊ മറ്റേത് സംസ്ഥാനത്ത് EDയുടെ വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തൊക്കെ വരുമ്പോൾ ED പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു, അറസ്റ്റ് നടത്തുന്നു. പക്ഷെ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ, CPMന്റെ കാര്യം വരുമ്പോൾ ഒരു മന്ദഗതിയിലല്ലേ EDയുടെ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സംഘപരിവാറിനുള്ളത്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJPയും കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി CPMും രാവ് പകലാക്കി അഹോരാത്രം കഷ്ടപ്പെടുന്ന പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ പിന്തുണ കേരളത്തിൽ CPMനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ഭാഗത്ത് CPMനെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ BJPയും CPMും ചേർന്ന ഒരു മുന്നണിക്ക് മാത്രമേ കോൺഗ്രസിനെ തകർക്കാൻ കഴിയുമെന്ന് BJPക്ക് വളരെ കൃത്യമായി അറിയാം. അത് പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും തങ്ങളോട് ചേർത്ത് പിടിക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ED നിരന്തരം ഇത്തരത്തിൽ നോട്ടീസ് അയക്കുന്നതും മുഖ്യമന്ത്രി പിണറായിയെയും മകൾക്കെതിരെയും ഒരു ആരോപണത്തിൽ അവരെ ചോദ്യം ചെയ്യാൻ പോലീസ് ED തയ്യാറാകാത്തത്. EDയുടെ പക്കൽ കൃത്യമായി തെളിവുണ്ട്. ഈ തെളിവ് കാണിച്ചാണ് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസിനെ തകർക്കാനാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നത്. അതിലൊന്നും തകരുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ്. 1885 ഡിസംബർ മാസം 28-ാം തീയതി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിന്റെ വിശാലമായ 2ാമത്തെ നിലയിലെ മുറിയിൽ കേവലം 72 ആളുകളെയും ഉൾക്കൊള്ളിച്ച WC ബാനർജി പ്രസിഡന്റായി, അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജനറൽ സെക്രട്ടറിയായി, സുബ്രഹ്മണ്യ അയ്യർ എന്ന തമിഴ്നാട് സ്വദേശി ട്രഷററായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ് ഇത്രയും വലിയ പ്രതിബന്ധങ്ങളൊക്കെ മുന്നിൽ കണ്ടിരുന്നു. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനെതിരെ പോരാടിയ ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് മുട്ടുകുത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളക്കേസും ജയിലറയും തടവറയുമൊന്നും കോൺഗ്രസിന് പുത്തരിയല്ല എന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ ഏത് കള്ളക്കേസിനെയും നേരിടും. പക്ഷേ ഇന്ത്യയുടെ നീതിന്യായ പീഠത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന കോൺഗ്രസിന്, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന് ആ നീതിപീഠത്തിൽ നിന്നും അനുകൂലമായ നിലപാടുണ്ടാകും, അനുകൂലമായ വിധിയുണ്ടാകും. അല്ലെങ്കിൽ ആ നീതിപീഠം കള്ളക്കേസുകളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് EDക്കെതിരായ കോടതി എടുത്ത നിലപാട്. എന്തായാലും ഈ കേസിനകത്ത് സത്യം ജയിക്കും, നീതി പുലരും. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അവരുടെ രോമം തൊടാനുള്ള കപ്പാസിറ്റി ഇന്നത്തെ ദേശീയ അന്വേഷണ ഏജൻസിക്കില്ല. അത് അവർ കളവ് ചെയ്തിട്ടില്ല എന്ന കൃത്യമായ ബോധ്യം രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ എതിരാളികളെ വേട്ടയാടി എത്രകാലം മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും കഴിയുമെന്ന ചോദ്യം തന്നെയാണ് അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത്. ഈ ചോദ്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നരേന്ദ്രമോദിയും സംഘപരിവാറും ഉത്തരം പറയേണ്ടി വരും. അന്ന് കാലത്തിന്റെ കാവ്യനീതിക്കനുസരിച്ച് ഇന്ന് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നവരുടെ കൂട്ടത്തിൽ എന്നും ഭരണത്തിലവരുണ്ടാവില്ല. കാലചക്രം തിരിഞ്ഞും മറിഞ്ഞും വരും. അപ്പോൾ ഭരണത്തിന്റെ പുറത്തുള്ള സംഘപരിവാറിന് ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല.